നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. 10 വർഷം തികയാൻ പോവുകയാണ്. കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് 2 മന്ത്രിസഭകൾ തുടർച്ചയായി ഭരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി. വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ധനമന്ത്രിയായിരുന്ന ഡോക്ടർ തോമസ് ഐസക്കിനെ കണ്ട് സിനിമയുടെ നിലനിൽപ്പിനായി കുറേ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാവരും ആര് പൊളിച്ച ചിരിയോടെ അദ്ദേഹം കേട്ടിരുന്നതല്ലാതെ ഒരു പുല്ലും ചെയ്തില്ല 5 വർഷക്കാലം. സിനിമയിൽ നിന്ന് 1 രൂപ മുടക്കാതെ എത്ര കോടി കിട്ടുന്നു സർക്കാരിനില്ലേ. പക്ഷേ സിനിമാക്കാരൻ്റെ അവസ്ഥ പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു ബുദ്ധിജീവി ചിരിയിരിച്ചു. അക്കാലത്ത് ഒരു KTDC ചെയർമാൻ ഉണ്ടായിരുന്നു. നമുക്ക് മലയാളിക്ക് നല്ല മറവിയുള്ളതുകൊണ്ട് ഓർക്കാൻ വഴിയില്ല. AK ആൻ്റണിയെ തെറി പറഞ്ഞുകൊണ്ട് കോൺഗ്രസിൽ നിന്ന് ചാടി വന്ന ചെറിയാൻ ഫിലിപ്പ് അദ്ദേഹമായിരുന്നു അച്യുതാനന്ദൻ മന്ത്രിസഭയുടെ കാലത്ത് KTDCയുടെ ചെയർമാൻ. സിനിമാക്കാർക്ക് KTDCയുടെ ഒരു സ്ഥാപനവും KTDCയുടെ ഒരു സ്ഥലവും കാടും ഒന്നും ഷൂട്ട് ചെയ്യാൻ കൊടുക്കണ്ട എന്ന് ആ വിദ്വാൻ ഇണ്ടാസിറക്കി. അതുമാത്രമാണ് ശരിക്കും പറഞ്ഞാൽ സിനിമാക്കാർക്ക് VS അച്യുതാനന്ദൻ്റെ മന്ത്രിസഭയിൽ നിന്ന് സാംസ്കാരിക വകുപ്പിൽ നിന്ന് കിട്ടിയ ഏക ഗുണം. ബോൾഗാട്ടി പാലസ് അടക്കം ഒരിടവും ഷൂട്ട് ചെയ്യാൻ കൊടുക്കണ്ട. അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ്റെ വക പോലെ അദ്ദേഹം അങ്ങ് ഇണ്ടാസിറക്കി. ആരും എതിർത്തുമില്ല. പിണറായിയോടൊപ്പം ആദ്യ 5 വർഷക്കാലം AK ബാലനും 2ാം ടൈമിൽ സജി ചെറിയാനും സിനിമ മന്ത്രിയായെന്ന് ഞാൻ പറയണ്ടല്ലോ. നല്ല ചെറു സിനിമകൾക്ക് ഗുണം ചെയ്യുന്ന സബ്സിഡി എത്രയോ കാലമായി മുറവിളി കൂട്ടുകയാണ്. ഒരു 10 ലക്ഷം രൂപയാക്കി മാറ്റണം. കർണാടക അടക്കം എത്രയോ, ഒറീസ അടക്കം എത്രയോ സ്ഥലങ്ങളിൽ 10 ലക്ഷം രൂപ സബ്സിഡി ഉള്ളത് ഇവിടെയും ആക്കണം. അങ്ങനെ വന്നാൽ 50 ലക്ഷത്തിനും 1 കോടിക്കുമൊക്കെ സിനിമ എടുക്കുന്നവർക്ക് 10 ലക്ഷം രൂപ ലാഭിലെ പൈസയെങ്കിലും തിരിച്ചു കിട്ടുമല്ലോ എന്നുള്ളൊരു സന്തോഷം കാണും. പക്ഷേ AK ബാലനോ സജി ചെറിയാനോ തോമസ് ഐസക്കിനെ പോലെ തന്നെ ഒന്നും ചെയ്തില്ല. പിന്നെ ഇവരുടെ ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, സിനിമാക്കാർക്ക് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഒരു എയർപോർട്ട് വേണമെന്ന് പറഞ്ഞാൽ പിന്നെന്ത്, സജി ചെറിയാൻ പ്രത്യേകിച്ച് പിന്നെന്ത്, ചിത്രാഞ്ജലിയിൽ സിനിമാക്കാർക്ക് മമ്മൂട്ടിക്ക് മോഹൻലാലിനൊക്കെ വന്നിറങ്ങാൻ ഒരു എയർപോർട്ട്, അത് ഞാൻ റെഡി. ഒരു ചുക്ക് സംഭവിക്കില്ല, എല്ലാം റെഡി 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 എന്ന് പറയും. 1 രൂപ മുടക്കാതെ എത്രയോ കോടി രൂപ ദിവസവും 33 പൈസ വന്ന് വീഴയില്ലേ. ഒരു ടിക്കറ്റിൽ 1 രൂപയ്ക്കുള്ള ടിക്കറ്റ് എടുത്താൽ 33 പൈസ എന്ന് പറയുമ്പോൾ 100 രൂപയുടെ ഒരു ടിക്കറ്റ്. ഇപ്പം 100 കുറഞ്ഞൊന്നും ടിക്കറ്റില്ലല്ലോ. 33 രൂപ ഒരു ജോലിയും ചെയ്യാതെ നോട്ടക്കൂലി വാങ്ങിക്കുന്നവരാണ് സർക്കാർ. പക്ഷേ ഒരു ചുക്കും ചെയ്തില്ല. പകരം സിനിമ കോൺക്ലേവ്, ഹേമ കമ്മിറ്റി, ഇൻറ്റേർണൽ കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് ചില നടപ്പിലാക്കാൻ കഴിയാത്ത കുറേ പുകമറകളുണ്ടാക്കി കോടികൾ പൊടിച്ചു കളഞ്ഞു. കോൺക്ലേവിനൊക്കെ എത്ര രൂപയാണ് മുടക്കിയത്? ഹേമ കമ്മിറ്റിക്ക് തന്നെ 1,81 ലക്ഷം രൂപ എന്തോ ചിലവാക്കിയില്ലേ. എന്തെങ്കിലും അതിൽ ഗുണമുണ്ടായെന്ന് ആലോചിച്ചു. അതുപോലെ തന്നെ പട്ടികജാതി പട്ടിക വിഭാഗത്തിലെ സ്ത്രീകൾക്ക് സംവിധാനം ചെയ്യാൻ 1.5 കോടി, സ്ത്രീകൾക്ക് സംവിധാനം ചെയ്യാൻ 1.5 കോടി. KSFDCയുടെ ഡയറക്ടർ ബോർഡിൽ ഇരുന്ന വേന്ദ്രമാരി തന്നെ മക്കളെ പേര് വെച്ച് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്ത് സാങ്ഷൻ ആയോ എന്ന് എനിക്കറിയില്ല. സാങ്ഷൻ ആക്കരുത് എന്ന് അതിലൊരു കമ്മിറ്റി അംഗം വഴി ഷാജിയൻ കരുണിനെ അറിയിച്ചു. അദ്ദേഹം അതിലെന്തോ കർശനമായ നിർദ്ദേശം എടുത്തും തോന്നും. കമ്മിറ്റിയിൽ ഇരുന്നുകൊണ്ട് പാസ്സാക്കുന്നു. പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾക്ക് സിനിമ എടുക്കാൻ നമുക്ക് 1.5 കോടി വെച്ച് കൊടുക്കാം. SC/ST സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് 1.5 കോടി വെച്ച് കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഈ കമ്മിറ്റി ഇരിക്കുന്ന വിദ്വാന്മാർ തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ട് മക്കളെ പേര് കൊടുത്തു. സാങ്ഷനാവുന്ന ഘട്ടം എത്തിയപ്പോൾ ഞാൻ അറിഞ്ഞത്. അത് ഞാൻ തടയിട്ടു. പിന്നെ അത് സാങ്ഷൻ പിന്നെ ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എത്ര കോടി കളഞ്ഞു എന്നാലും ചോദിക്കുക. സജി ചെറിയ ആലോചിക്കുന്നത് ഈ പഴയ നായർ തറവാടുകളിലെ കാരണവന്മാർ 10 സെൻറ്റ് വിറ്റ് പുട്ടടിക്കുന്നത് പോലെ ഇങ്ങനെ കുറേ പൈസ തിയേറ്ററിൽ നിന്ന് വരുന്നുണ്ട്. ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി കിടക്കുകയില്ലേ. ഇങ്ങനെയൊക്കെയുള്ള സിനിമ എടുത്ത് കയ്യടി വാങ്ങിക്കാമെന്നൊക്കെ വിചാരിച്ചതാണ്. എന്തെങ്കിലും ഒരനക്കം ഈ കൊടുത്ത, എനിക്ക് തോന്നുന്നു ഒരു 10-15 കോടി രൂപ ചിലവാക്കിയെന്ന് തോന്നുന്നു ഇതുവരെ. എന്നിട്ട് അഭിമാനത്തോടെ പറയും ഞങ്ങൾ സ്ത്രീ പക്ഷക്കാരാണ്, ഞങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി എന്തും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വാചകം അടിച്ച് വാരിക്കോരി കൊടുത്തു. പിന്നെ തലയിൽ കന്നഡ വെച്ച ഒരു സംഘടന ഉണ്ടല്ലോ ഇവിടെ, കുറേ പെണ്ണുപിള്ളമാർ, അവർ പറഞ്ഞ് ഇൻറ്റേർണൽ കമ്മിറ്റി. എന്ത് ഇൻറ്റേർണൽ കമ്മിറ്റി? ഏതോ 2-3 സെറ്റിൽ വെച്ചു. ഇപ്പോൾ ഏത് ഇൻറ്റേർണൽ കമ്മിറ്റി? ഒരു കമ്മിറ്റിയും ഒരിടത്തും ഇല്ല. ഇങ്ങനെയുള്ള തരികിട പരിപാടികളും നടപ്പിലാക്കും. മുഖ്യൻ്റെ വാചകടി ഈ പറയുന്ന സജി ചെറിയാനൊക്കെ പിന്തുണയോ.
കാരണം അങ്ങനെ എണീക്കുന്നതും ഉറങ്ങുന്നതും പെണ്ണുങ്ങൾക്ക് വേണ്ടി പൊട്ടക്ഷ കൊടുത്തത്. ആ കണ്ടില്ലേ മെനങ്ങാന്ന് ഒരു ബസ്സിലൊരു ചെറുപ്പക്കാരൻ അടിക്കത്തുടിക്ക് ചത്തുപോയത്, ആത്മഹത്യ ചെയ്തു. ഒരു കൂതറ പെണ്ണ് എന്താ പറയുക റീലെടുത്തതെന്ന്. അവളെ റീലെടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കൂടുതൽ പറഞ്ഞാൽ ഇനിയിപ്പോൾ മുഖ്യം പിടിച്ച് നമ്മളകത്തിട്ടുള്ളത്. കെട്ടുതാലിയും കയറിക്കടവും നഷ്ടപ്പെടുന്ന സിനിമാക്കാർക്ക് ഒരു ചുക്കും ഈ സർക്കാർ 10 വർഷം കൊണ്ട് ചെയ്തിട്ടില്ല, ഒരു ചുക്കും ചെയ്തിട്ടില്ല. എൻ്റെ പാർട്ടിയെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. 10 വർഷക്കാലം കൊണ്ട് ഇവിടെ ഒരു ഫെസ്റ്റിവൽ എന്തോ ഇതുണ്ടാക്കുമെന്ന് പറഞ്ഞു. ഫെസ്റ്റിവൽ ബിൽഡിങ്ങാണ് എന്താ അതിന് ഒരു പ്രത്യേക പേരുണ്ടായിരുന്നു. ഒരു കല്ലിടാനുള്ള ഉമ്മൻചാണ്ടി ചെയ്ത പോലെയെങ്കിലും ഒരു കല്ലെങ്കിലും എടുത്തിട്ടുള്ള 10 വർഷം കൊണ്ട് പറയണം. പിന്നെ ഞങ്ങൾ ഫെസ്റ്റിവൽ ഇത് കൊണ്ടുവരാൻ പോകണം, ഓഫീസ് കൊണ്ടുവരാൻ പോകണം. കനകക്കുന്നിൻ്റെ താഴെ സ്ഥലം നോക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ 10 തിയേറ്റർ, പിന്നെ ചലച്ചിത്ര അക്കാദമിയുടെ ആഫീസ്, തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഞെട്ടും. അയ്യോ ഇതൊക്കെ വരാൻ പോകണമെന്ന്. 10 വർഷം കൊണ്ട് പിണറായിയും AK ബാലനും സജി ചെറിയാനും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു ചുക്ക് നടക്കില്ല. അതിൻ്റെക്ക് പറയും ഞങ്ങൾ കഴക്കൂട്ടത്ത് തുടങ്ങാൻ പോകണം. അപ്പോൾ അടൂർ പറയും കഴക്കൂട്ടം ശരിയല്ല. തിരുവല്ലത്ത് തുടങ്ങാൻ പോകണം. തിരുവല്ലം ചിത്രാഞ്ജലിയിൽ നിന്ന് സ്ഥലം വിട്ടു തരില്ല. ഇങ്ങനെ ഇഷ്യൂ ഉണ്ടാക്കി നീട്ടിക്കൊണ്ട് പോവുകയാണ്. ഇനി വേറെ ആരെങ്കിലും വരണം എന്നാലേ നടക്കുകയുള്ളൂ. ദോഷം പറയരുത്. ചിത്രാഞ്ജലിയെ ആകപ്പാടെ ചെയ്തത് ഷാജിൻ കരുൺ ഇരുന്നപ്പോൾ കിഫ്ബിയിൽ നിന്ന് 100-180 കോടി രൂപ കൊടുത്തപ്പോൾ ആ നല്ല രസമായ കാടൊക്കെ ചിത്രീകരിക്കാവുന്ന നല്ല രസമായ മരങ്ങളെ മുഴുവൻ വെട്ടി വെളുപ്പിച്ചു. എന്നിട്ട് എയർപോർട്ടിൻ്റെ തലയിൽ വെച്ച് കൊടുത്തു. എയർപോർട്ടുകാർ കണ്ണുരുട്ടിയാൽ നമുക്ക് മരം വെട്ടാതിരിക്കാൻ പറ്റുമോ? ക്രോപ്പ് ചെയ്തൂടെ മരത്തിനെ JCB വെച്ച് വേരോടെ ഇളക്കി കളയണ്ടല്ലോ. ഇപ്പോൾ അതാ സഹാറ മരുഭൂമി കിടക്കും പോലെ കിടക്കുന്നത്. ചിത്രാഞ്ജലിയുടെ മനോഹരമായ കുറച്ച് സ്ഥലമുണ്ട് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ മുഴുവൻ ഇടിച്ച് നിരത്തി കോൺക്രീറ്റ് വനമാക്കി. എങ്ങനെ ഈ ഷാജിൻ കരുണിനൊക്കെ ഇങ്ങനെ തോന്നിയെന്ന് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണ് അത് പോക്ക്. പിന്നെ JC ഡാനിയലിൻ്റെ പ്രതിമ 50 ലക്ഷം രൂപ മുടക്കിയാണ് KSFDC വയ്ക്കാൻ പോണത്. JC ഡാനിയലിന് ഇവിടെ എന്തെല്ലാം അംഗീകാരങ്ങൾ കൊടുത്തു. ജീവിച്ചിരുന്നപ്പം 2 പറ്റ് കഴിച്ച് അല്ലെങ്കിൽ 2 കഞ്ഞിവെള്ളം കുടിക്കാനുള്ള വക കൊടുക്കാത്ത മലയാളി. JCയുടെ ഏറ്റവും മികച്ച എന്താ പറയുക സമഗ്ര സംഭാവനയ്ക്കുള്ള അവാർഡ് JC ഡാനിയലിൻ്റെ പേരിലാണ്. നെയ്യാറ്റിങ്കര മുനിസിപ്പാലിറ്റി JC ഡാനിയലിൻ്റെ പ്രതിമ വെച്ചു. എന്തൊക്കെയോ നടന്നു. പിന്നെ ഇവിടെ പോണ വായി നോക്കുകളെല്ലാം കടലാ സംഘടനകൾ ഉണ്ടാക്കിയിട്ട് നാടാർ കമ്മ്യൂണിറ്റിയിലെ JC ഡാനിയൽ സംഘടന, നാടാർ കമ്മ്യൂണിറ്റി ഇല്ലാത്തവരുടെ സംഘടന, ഇങ്ങനെ ഇഷ്ടംപോലെ സംഘടനകളുണ്ടാക്കി അവാർഡ് കൊടുക്കും. വഴിയെ പോണവരൊക്കെ വിളിക്കും, വാ 5000 കൊണ്ടുവാ നിനക്ക് അവാർഡ്, 10000 എന്താ നീയാണ് സമഗ്ര സംഭാവന എന്ന് പറഞ്ഞ് വർഷം തോറും നടത്തുന്നു. അവർ തമ്മിൽ അടിക്കുന്നു. ഇങ്ങനെ JC ഡാനിയലിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടാതിരിക്കാനുള്ള എല്ലാം ചെയ്യുന്നുണ്ട്. അത് പോരാഞ്ഞിട്ട് എന്നാൽ ഞങ്ങൾ അതിനപ്പുറം ചെയ്യും എന്ന് പറഞ്ഞാൽ 50 ലക്ഷം രൂപ മുടക്കി ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ കാട്ടിനകത്ത്, അല്ല ജനം കാണാനല്ല, ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെ കാട്ടിനകത്ത് സിനിമ എടുക്കാൻ വേണ്ടി ചിത്രാഞ്ജലി വരുന്നവർ അറിയാനായിരിക്കും ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് മരിച്ച ഒരു മനുഷ്യനിവിടെ ഉണ്ടായിരുന്നു അറിയാനാണെങ്കിൽ ഓക്കെ. പക്ഷേ 50 ലക്ഷം രൂപയ്ക്കാണ് ഒരു വിഗ്രഹം വയ്ക്കാൻ പോണത്. അത് തന്നെ രസം. ഞാൻ വീണ്ടും മുമ്പ് പറഞ്ഞതാണ്, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു നേരത്തെ ആഹാരം വയറ് നിറച്ച് കഴിക്കാനോ മരുന്ന് വാങ്ങാനോ നിവൃത്തിയില്ലാതെ ഒരു കൂട്ടുകാരൻ്റെ ഔദാര്യത്തിൽ ഒരു മുറിയിൽ കിടന്ന് ചക്രശ്വാസം വലിച്ചാണല്ലോ ആ മനുഷ്യൻ മരിച്ചത്. ആ മനുഷ്യൻ മരിച്ചപ്പോൾ വന്നില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മകൻ കല്യാണം കഴിച്ചപ്പോൾ പോലും അച്ഛാ അപ്പാ ഡാഡി ഞാൻ ഒരു പെൺകുട്ടിയെ കോയമ്പത്തൂർ കല്യാണം കഴിച്ച് അവിടെ തന്നെ സർക്കാർ പണി അവിടെ ആയതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ജീവിക്കാൻ പോകണമെന്നൊരു വാക്ക് വിളിച്ച് അച്ഛനോട് പറയാത്തവനെ വിളിച്ചോണ്ട് വന്ന് സജി ചെറിയാൻ എപ്പടി ഇരിക്കുക അക്ക അല്ല അപ്പ ഇവിടെ മറ്റേ മോയ് അത് കല്യാണം എൻ്റെ കല്യാണം പോലും അച്ഛനെ അറിയിക്കാത്ത, അച്ഛൻ മരിച്ചിട്ട് പോലും അവസാനമായി കാണാൻ വരാത്തവൻ நல்லா இருக்குது. அப்பா மாதிரி தான் இருக்குது. அந்த கண்ணு, அந்த பெல்ட்டு, அந்த உடுப்பு எல்லாம் அப்பா மாதிரி இருக்குது. 50 ലക്ഷം രൂപ ചിത്രാഞ്ജലിയിൽ പ്രതിമ വയ്ക്കുക. ഇപ്പോൾ സഹികെട്ട സിനിമാക്കാർ ജനുവരി 23-ാം തീയതി സൂചന പണിമുടക്കും, പിന്നെ ഏതോ നൂറ്റാണ്ടിൽ അനിശ്ചിതകാല പണിമുടക്കുമൊക്കെ തീരുമാനിക്കുന്നു. അറിഞ്ഞിട തന്നെ സജി ചെറിയാൻ വിളിക്കുന്നു. 20-ാം തീയതി 21-ാം തീയതിയാണ് സമരം, 20-ാം തീയതി ചർച്ച വയ്ക്കുന്നു. സജി ചെറിയാൻ സമയമില്ലെന്ന്, കാരണം എന്തൊക്കെയോ ഇപ്പോൾ തന്നെ എന്തോ തെറിയൊക്കെ പറഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞേക്കണം ഇന്ന് രാവിലെ നോക്കിയപ്പോൾ. അദ്ദേഹം ചർച്ച വയ്ക്കുന്നു. അണ്ടിപ്പരിപ്പും ബദാമും ചായയും കൊടുക്കുന്നു, അല്ലെങ്കിൽ ജ്യൂസും കൊടുക്കുന്നു. സിനിമാക്കാർ സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്നു. ഓക്കെ, മന്ത്രിയല്ല ഏറ്റം, ഒരു പുല്ലും നടക്കില്ല എന്ന് ഞാനിതാ ഇപ്പോൾ പറയുന്നു. ഇനി ആകെപ്പാടെ എത്ര മാസമുണ്ട്? 3 മാസമായിട്ടുണ്ട്. ഈ 3 മാസത്തിനിടയിൽ ഇങ്ങനെ എന്തോ മലമറിക്കാൻ ഈ സിനിമാക്കാർ ഇങ്ങനെ ആയിപ്പോണല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മന്ത്രി വിളിച്ചിരുത്തി 4 ഫോട്ടോയും എടുത്ത് 5-6 തമാശയും പറഞ്ഞ് അണ്ടിപ്പരിപ്പും ബദാമും ഒരു ജ്യൂസും കൊടുത്താൽ മതി, സമരം പിൻവലിക്കും. എന്തെല്ലാം കണ്ടാൽ ഒരു ജീവിതം അവസാനിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ഇപ്പോൾ പറയുന്നുള്ളൂ.
നമസ്കാരം. ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കുന്നൊരു കാര്യം, ഒരു സിനിമാക്കാരനാകാനായി ഞാൻ അലഞ്ഞ അലച്ചിലുകളെപ്പറ്റി ആലോചിച്ചാൽ ഇന്നും അതിന് വേദനയുടെ നനവുണ്ട് മനസ്സിൽ. എത്ര പേരെയാണ് ഞാൻ കണ്ടത്? 118 പേരെ. അവഹേളിച്ചവരായിരുന്നു ഈ 118-ലേറെ പേരും. തൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമാകും എന്ന് പറഞ്ഞ വിരലിലെണ്ണാവുന്നവരേ ഉണ്ടായിരുന്നുള്ളൂ. നീ അവിടെ എത്തും, ഞാനാണ് പറയണത് എന്ന് പറഞ്ഞാൽ ചുരുക്കം പേരേ ഉള്ളൂ. പലതും ഞാൻ മുമ്പ് പറഞ്ഞതായിരിക്കാം. എന്തായാലും കഴിഞ്ഞ 40 വർഷക്കാലമായി ഞാൻ ഉണരുന്നതും ഉറങ്ങുന്നതും എൻ്റെ ജീവശ്വാസം പോലും സിനിമയാണ്. സിനിമയല്ലാതെ ഞാൻ വേറൊന്നും ചിന്തിക്കാറില്ല. 40 വർഷം എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചെറുപ്രായത്തിൽ സിറ്റിയിൽ പഠിക്കാൻ പോകുമ്പോൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും വാങ്ങി വിശപ്പടക്കാനായിട്ട് ആരിൽ നിന്നെങ്കിലും കടമെങ്കിലും വാങ്ങി എൻ്റെ അമ്മ എനിക്ക് 1 രൂപ 50 പൈസ തരുമായിരുന്നു. 1.5 രൂപ എന്ന് പറയാം. അതിൽ നിന്ന് 5 പൈസയും 10 പൈസയും 20 പൈസയൊക്കെ മാറ്റി വെച്ച്, ഇത് പറയുമ്പോൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് വിശ്വാസമാകുമെന്ന് എനിക്കറിഞ്ഞൂടാ. അന്നത്തെ 5 പൈസയ്ക്കോ 10 പൈസയ്ക്കോ ഒക്കെ എന്ത് മൂല്യം ഉണ്ടായിരുന്നു. അങ്ങനെ മാറ്റി വെച്ച് 7 ദിവസം കൊണ്ട് ഞാൻ 1 രൂപ 25 പൈസ തികയ്ക്കും. എന്നിട്ട് തിങ്കളാഴ്ച ഇറങ്ങുന്ന നാന വാങ്ങും. അത് വാങ്ങിയില്ലെങ്കിൽ ലോകം ഒടിഞ്ഞു വീഴുന്ന പോലെയായിരുന്നു എനിക്ക്. അവസാനത്തെ പുറം ചട്ട വരെ വായിച്ച ശേഷം ഒരു പേന കൊണ്ട് പോലും പേരോ ഒന്നും എഴുതിയില്ല. വായിച്ചെന്ന് പോലും തോന്നാത്ത രീതിയിൽ ഫ്രഷായിട്ട് അടുക്കി വച്ച് ഞാൻ സൂക്ഷിച്ചു. ആ കാലം മുതലേ സത്യം പറഞ്ഞാൽ ഞാൻ സിനിമാക്കാരനായിരുന്നു, അല്ലെങ്കിൽ സിനിമയായിരുന്നു എൻ്റെ മനസ്സിലെന്ന് പറയാം. അതിൽ പോയി അഭിനയിക്കണം, ക്യാമറയുടെ മുന്നിൽ നിന്ന് നസീർ സാറിനെ ഫീൽഡ് ഔട്ട് ആക്കണം എന്നുള്ള ഒരു സ്വപ്നവും ഒരു ചിന്തയും ഒരിക്കലും എനിക്കുണ്ടായിരുന്നില്ല. ക്യാമറയുടെ പിറകിൽ നിന്ന് ഒരു സംവിധായകനാണ്, ഇത് മാത്രമായിരുന്നു എൻ്റെ സ്വപ്നം. അപ്പോൾ വർഷം 40 അല്ല 50 കടന്നു പോകും എൻ്റെ സിനിമാ ചിന്തകൾ തുടങ്ങിയിട്ട്. ഇപ്പം ഞാൻ എത്തി നിൽക്കുന്നതും ക്യാമറയ്ക്ക് മുന്നിലാണ്. 40 വർഷമായി ഞാൻ ഭക്ഷിക്കുന്നത് സിനിമ തരുന്ന അന്നമാണ്. ഞാനെന്നല്ല, എൻ്റെ കുടുംബം. അത് സംവിധാന സഹായിയാകട്ടെ, സഹസംവിധായകനാകട്ടെ, അസോസിയേറ്റ് ഡയറക്ടറാകട്ടെ, സംവിധായകനാകട്ടെ, അതിൽ തന്നെ സിനിമയും സീരിയലും രംഗങ്ങളാകട്ടെ, ഇടയ്ക്ക് ചില സീരിയലുകൾക്ക് ടെലിഫിലിമുകൾക്കൊക്കെ തിരക്കഥ എഴുത്തായിരുന്നു എൻ്റെ പണി. അമ്പലക്കര യു പി സ്കൂളും കുഞ്ഞുമീൻ കൂട്ടുകാരും ഒക്കെ ഞാനാണ് സ്ക്രിപ്റ്റ് എഴുതിയത്. ഇടയ്ക്ക് കുറച്ച് പടങ്ങളിൽ GS വിജയൻ്റെയും സുരേഷ് ഉണ്ണിത്താൻ്റെയൊക്കെ പടങ്ങളിൽ PRO ആയിട്ടും വർക്ക് ചെയ്തു. പിന്നെയാണ് ഞാൻ ഈ ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന ചാനൽ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ സുഭിക്ഷമായി ജീവിക്കുന്നു. അതും സിനിമ തന്നതാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം സിനിമയിൽ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സിനിമാ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങി 10-40 വർഷത്തെ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ ലൈറ്റ്സ് ക്യാമറ ആക്ഷനിൽ കഥ പറയും? അതുകൊണ്ട് സിനിമ തന്നെയാണ് എന്നെ ഇവിടെയും എത്തിച്ചത്. കിടപ്പാടം നഷ്ടപ്പെട്ടു പോയി എന്നൊരു കുറവ് പലരും എന്നോട് പറയാറുണ്ട്. എനിക്കങ്ങനെ തോന്നാറില്ല, പക്ഷേ പലരും പറയും, എടാ ഒരു വീടില്ലാതിരിക്കുന്നത് ശരിയല്ല എന്ന് ചിലർ പറയാറുണ്ട്. ഞാനതിനെ സംവിധാനം പഠിക്കാൻ ചിലവാക്കിയതാണ് എന്ന രീതിയിലാണ് ഞാൻ കാണാറ്. അതിനെന്നെ പഠിപ്പിച്ചത് ആ വലയമെന്ന് പറഞ്ഞ സീരിയൽ നിർമ്മിച്ച ഒരു ദ്രോഹി ഉണ്ടല്ലോ, എൻ്റെ കൂട്ടുകാരനായി എന്നെ ചതിച്ച ഒരു ദ്രോഹി. അതാണല്ലോ ഞാൻ ആദ്യമായി സംവിധാനം ചെയ്തത്, വലയം. സംവിധാനത്തിന് ഒരു എപ്പിസോഡിന് ഇത്ര രൂപയെന്ന് സുഹൃത്തായ ഞാൻ 25 ലക്ഷം രൂപ സുകുമാരൻ ഷാർജയിൽ നിന്നും വാങ്ങിക്കൊടുത്തതിനാൽ നിർമ്മാതാവായ ചതിയൻ ആദ്യമേ എനിക്ക് ഉറപ്പ് വന്നു, ഇതിനുശേഷം ഒരു എപ്പിസോഡ് നമുക്ക് ഭംഗിയായിട്ട് ഒരു എപ്പിസോഡ് ഒരു ദിവസം എടുക്കണം, നിനക്കൊരു എപ്പിസോഡിന് ഇത്ര രൂപ തരും എന്ന് ആദ്യമേ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ല. 300 എപ്പിസോഡ് ചെയ്യുന്നതിനിടയിൽ പലവട്ടം അമ്മയും സിന്ധുവും ഓരോ ആഴ്ച സംപ്രേഷണം കഴിയുമ്പോഴും ആ കള്ളൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കണം നിൻ്റെ ശമ്പളമെന്ന് എന്നെ ഓർമ്മിപ്പിച്ചിട്ടും പരമ്പര നന്നായി നടക്കുന്നു, അവനെ നമുക്കറിയില്ലേ അമ്മ എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരിക്കലും ആരെയും പറ്റിക്കില്ല ആ വൃത്തികെട്ടവൻ എന്ന് ഞാൻ മറുപടിയും പറഞ്ഞു. 300 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ ഞാൻ പോലും അറിയാതെ അവൻ എന്നെ മാറ്റുകയും ചെയ്തു. എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ അല്ലെങ്കിൽ സുഹൃത്തായ ഒരു മേക്കപ്പ് മാൻ പോലും
അവൻ്റെ പക്ഷത്ത് നിന്ന് എന്നെയും 25 ലക്ഷം രൂപ എന്നെ വിശ്വസിച്ച് കൊടുത്ത സുകുമാരൻ ഷാർജയും പറ്റിച്ചടിക്കുകയും ചെയ്തു. അതിന് ഈ മേക്കപ്പ് മാനും കൂട്ടുന്നു. അതാണ് രസം. എൻ്റെ കൂട്ടുകാരൊക്കെ ഫസ്റ്റ് പാർട്ടികളാണ്. എൻ്റെ കാശ് ചോദിച്ചപ്പോൾ, ഞാൻ സംവിധാനം ചെയ്ത 300 എപ്പിസോഡിൻ്റെ കാശ് ചോദിച്ചപ്പോൾ സംവിധാനം പഠിച്ചതിൽ കൂട്ടിക്കൊള്ളാൻ പറഞ്ഞ വൃത്തികെട്ടവനാണ് ഈ വലയത്തിൻ്റെ നിർമ്മാതാവ് എന്ന് പറഞ്ഞ് ഞെളിഞ്ഞ് തിരുവനന്തപുരത്ത് നടക്കുന്നത്. പക്ഷേ അവൻ്റെ കൂടെ കൂട്ടുകൂടാനാണ് ആൾക്ക് ഇഷ്ടം. കാരണം തരികിടായതുകൊണ്ട് ഞാൻ പലപ്പോഴും ആലോചിക്കും, അതെന്താ ഇങ്ങനെ ഈ തരികിടകൾക്ക് അല്ലെങ്കിൽ വൃത്തികേട് കാണിച്ച് നടക്കുന്നവന്മാർക്ക്, വ്യഭിചാരികൾക്കൊക്കെയാണ് കൂടുതൽ കിട്ടുന്നത്. നേരെ വാ എന്ന് പറഞ്ഞ് നടക്കുന്നവരെ ആർക്കും വേണ്ട. എന്നെയും സുകുമാരൻ സാറിനെയും പറ്റിച്ച് കാറും ബംഗ്ലാവും ഒക്കെ ഉണ്ടാക്കി ആ ദ്രോഹി തലസ്ഥാനത്ത് തന്നെ ജീവിക്കുന്നു എന്ന് മാത്രമല്ല, യൂട്യൂബിൽ വലയം എന്ന് പറഞ്ഞ ഞാൻ 300 എപ്പിസോഡ് ചെയ്ത സീരിയൽ ഇട്ടപ്പോൾ ആ ചെറ്റ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, 1ാമത്തെ എപ്പിസോഡ് മുതൽ അവൻ സംവിധാനം ആ കോപ്പൻ കള്ളൻ വൃത്തികെട്ടവനാണെന്നങ്ങ് വെച്ച് എന്നോട് പലരും വിളിച്ച് ചോദിക്കും, സാറ് ഡയറക്ടർ എന്നല്ലേ സാറ് പറയണേ, പക്ഷേ അതിൽ വേറൊരുത്തൻ്റെ പേരാണല്ലോ. അപ്പം ഞാൻ അവരോട് പറയാം, ആ വേറൊരുത്തനല്ലേ അതിലെഴുതി കാണിക്കുന്നത്, അവനാണ് സകലമാന പേരെയും പറ്റിച്ച് തട്ടിച്ചും ജീവിക്കുന്ന മാന്യൻ. അവൻ ഞാൻ സംവിധാനം ചെയ്ത വല്ലവൻ്റെയും കൊച്ചിൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവൻ കൊണ്ട് നടക്കുകയാണ്. അങ്ങനെയും അവൻ എന്നെ പറ്റിച്ചു. എന്നിട്ടും ഞാൻ ഇന്നും ആരെയും പറ്റിക്കാതെ ദ്രോഹിക്കാതെ അന്തസ്സായി ജീവിക്കുന്നു. സത്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കാത്ത എൻ്റെ മേക്കപ്പ് സുഹൃത്തിനെയും ഈ പറയുന്ന സീരിയൽ മുതലാളി ഭംഗിയായിട്ട് പറ്റിച്ചു എന്ന് പറഞ്ഞാൽ ദ്രോഹിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ. അത് ആ മേക്കപ്പ് മാൻ അത്ര കിട്ടണം അല്ലേ. ഈ ദ്രോഹിക്ക് സ്നേഹിച്ച് നാട്ടുകാർ പിടിച്ച് കെട്ടി വെച്ച ഒരു ഭാര്യയുണ്ട്. സ്നേഹിച്ചിട്ട് മുങ്ങാൻ നോക്കി, അപ്പം നാട്ടുകാർ പിടിച്ച് വെച്ച് കെട്ടിച്ചു കൊടുത്തൊരു ഭാര്യയുണ്ട്. അവളുള്ളപ്പോൾ ഈ ആത്മാർത്ഥ സുഹൃത്തുണ്ടല്ലോ, ഈ ചമയക്കാരൻ, ഇയാളൊരു സ്ഥാപനം തുടങ്ങി കൊച്ചിയിൽ. അപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ അധിപനാക്കി. നമ്മളെ കൂടെ നടക്കുന്നവനാണ്, പക്ഷേ കൂറപ്പുറത്ത് ചോറിങ്ങും അങ്ങും എന്ന് പറയുമ്പോൾ അല്ലേ. സ്ഥാപനം എറണാകുളത്ത് തുടങ്ങി, യവനെ അതിൻ്റെ അധിപനാക്കി. യവൻ അവിടെ വിട്ടു പോകാതിരിക്കാൻ എറണാകുളത്തൊരു വീട് വാടകയ്ക്ക് എടുത്തു കൊടുത്തു, ഒറ്റയ്ക്ക് താമസിക്കാൻ. അതും ബോറടിക്കും എന്ന് തോന്നിയതുകൊണ്ട് ഒരു സെറ്റപ്പും കൂടെ ശരിയായി കൊടുത്തു അവിടെ. നല്ല കൂട്ടുകാരല്ലേ, ആലോചിച്ച് നോക്കിയേ. കൂട്ടുകാരനെ സ്നേഹിക്കുന്ന, വിശ്വസിക്കുന്ന ഈ പറഞ്ഞ ദ്രോഹിയുടെ ഭാര്യ തിരുവനന്തപുരത്ത് ഒറ്റയ്ക്ക് ഉള്ളപ്പോൾ എറണാകുളത്ത് ആഴ്ചയിൽ 5 ദിവസം 6 ദിവസം, ശനിയാഴ്ച വെയിറ്റിങ് പോരും, ഞായറാഴ്ച തിരിച്ചില്ല. അപ്പോൾ 6 ദിവസം അവിടെ പുറത്തേക്ക് ഒരാളെ ഒരു സെറ്റപ്പിനെ ശരിയായി കൊടുത്തു. ഇവ എൻ്റെ എന്തെങ്കിലും കയറി ഉടക്കിയാൽ ഞാൻ അതിൻ്റെ മൊത്തം കഥ പറയാം. ഇവർ 2 പേരിലാരെങ്കിലും, ഈ എൻ്റെ സുഹൃത്തായ മേക്കപ്പ് മാനോ എന്നെ ദ്രോഹിച്ച ഈ നിർമ്മാതാവോ എവിടെയെങ്കിലും വെച്ച് എന്നോട് എന്തെങ്കിലും പറയാൻ വന്നാൽ ഞാൻ മുഴുവൻ കഥ വിശദമായിട്ട് പറയും. ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. അപ്പോൾ സ്ഥാപനത്തിൻ്റെ അധിപൻ മാത്രമല്ല, അവൻ വിട്ടു പോകാതിരിക്കാൻ വേണ്ടി അവനൊരു വീടൊക്കെ എടുത്തു കൊടുത്ത് ഒരു സെറ്റപ്പിനെയും അവിടെ ശരിയായി കൊടുത്തു. എന്നിട്ടും അവനെയും പറ്റിച്ചു. ഈ ബോറൻ ക്രിമിനൽ എന്ന് പറയാം, അവനെയും പറ്റിച്ചു. ഞാൻ അവനെ എറണാകുളത്തിട്ട് തട്ടുമെന്ന് എന്നെ ഒരിക്കൽ തിരിച്ചറിഞ്ഞ ഈ സുഹൃത്ത് എന്നോട് പറഞ്ഞു, ഈ മേക്കപ്പ് സുഹൃത്ത് എന്നോട് പറയാണ്, എടാ ഞാൻ അവനെ CITക്കാരെ കൊണ്ട്, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പാർട്ടി സുഹൃത്തുക്കൾ, അവന്മാരെ കൊണ്ട് ഞാനങ്ങ് തട്ടും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ തട്ട്, നിൻ്റെ ഉമ്മയ്ക്കും നിൻ്റെ കെട്ടിയോൾക്കും നിൻ്റെ കാൽഡസം പിള്ളേർക്കും തന്തയില്ലാതാവും എന്നല്ലാതെ അവൻ എന്താ ലാഭം അതിൽ? മറ്റവൻ പ്രേമിച്ച് കെട്ടിക്കൊണ്ടുവന്ന ഒരു പാവമുണ്ടല്ലോ, പാവമൊന്നുമല്ല, അവൾ എന്നെ പറഞ്ഞ് എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം എൻ്റെ വീട്ടുകാരോട്, സിന്ധുവിനോടും അമ്മയോടൊക്കെ പൈസ ചോദിച്ചതിന്. അവൾ അനാഥയാവും എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം അവൻ ആ ഉദ്യമത്തിൽ നിന്ന് പിൻവാങ്ങി, കൊല്ലാൻ പോയില്ല, പൈസ കൊടുത്ത് ഒതുക്കി. പറ്റിച്ചവൻ ജീവിക്കട്ടെ എന്നാണ് അപ്പോഴും ഞാൻ ചിന്തിക്കാറ്. പറ്റിച്ചിട്ട് ഞാൻ എന്ത് നേടിയെന്ന് ഒരു നാൾ വടിയാകും മുൻപെങ്കിലും അവ ചിന്തിക്കും. കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറഞ്ഞ പോലെ സുഹൃത്തുക്കൾ എന്ന് ഞാൻ വിശ്വസിച്ചവരെ പറ്റി അറിയാതെ പറഞ്ഞു പോയതാണ്. ഈ വിഷയം ഞാനിതല്ല പറയാൻ വന്നത്. വലിയ സംവിധായകനൊന്നും ആയില്ലെങ്കിലും ഞാനും കുടുംബവും കഴിയുന്നത് സിനിമയുടെ ഭക്ഷണം കൊണ്ട് തന്നെയാണെന്നും സിനിമ തന്നെയാണ് എൻ്റെ എല്ലാം ഒന്ന് ചിന്തിച്ചപ്പോൾ അറിയാതെ വഴിവിട്ട് വലയത്തിലേക്ക് പോയതാണ്. സിനിമയെ നമ്മൾ പ്രണയിച്ചാൽ, കൊതിച്ചാൽ സിനിമ നമ്മളെ സ്വീകരിക്കുമെന്നുള്ളതിന് ഏറ്റവും നല്ല തെളിവാണ് ഞാൻ. അതിന് ഏറ്റവും നല്ല, ഞാൻ പലപ്പോഴും വീട്ടിൽ പറയുക, ഏറ്റവും നല്ല സാക്ഷി ഞാൻ തന്നെയാണ്.
അതിന് നീ സിനിമയിൽ എന്തായടോ എന്ന് തിരിച്ചു ചോദിച്ചാൽ കുറേ ഉണ്ട് എനിക്ക് പറയാൻ സിനിമയിൽ. ഞാൻ പരിചയപ്പെട്ട മധുസാറും ശാരദാമ്മയും മുതൽ ഇപ്പോൾ ബേസിൽ ജോസഫും വിഷ്ണു ഉണ്ണികൃഷ്ണനും വരെയുള്ള മിടുമിടുക്കരായ കുറേ പേരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. വേണമെങ്കിൽ ഇടയ്ക്കൊരു കാര്യം പറയാം. JC ഡാനിയൽ അവാർഡ് കിട്ടിയപ്പോൾ ശാരദാമ്മ എന്നെ വിളിച്ചു. കുറേ നേരം സംസാരിച്ചു. 25-ാം തീയതി അവാർഡ് വാങ്ങാൻ വരുമ്പോൾ ഞാൻ കനകുന്നിൽ നിശാഗന്ധിയിൽ വെച്ച് നേരിട്ട് ശാരദാമ്മയെ കാണാമെന്നും പറഞ്ഞു. സിന്ധുവിനെയും കൊണ്ട് ചെല്ലാമെന്നും പറഞ്ഞു. എന്തൊരു സന്തോഷം എന്നറിയാം അവർക്ക്. ഞാൻ അവരെക്കുറിച്ച് ഈ അടുത്ത കാലത്ത് ചെയ്ത എപ്പിസോഡ് ഒരാൾ അയച്ചു കൊടുത്തെന്ന്. അത് കണ്ട സന്തോഷത്തിൽ, ദിനേശ് ഞാൻ നിനക്ക് ബിയർ വാങ്ങി തന്നത് അല്ല, എന്താ വൈൻ വാങ്ങി തന്നത് പോലും ദിനേശ് ഓർത്ത് വെച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞാൽ അതെ ദിനേശ്, അതിൽ ആൽക്കഹോളില്ല, ഇത് പള്ളിയിൽ കൊടുക്കുന്ന പോലത്തെ വൈനാണ്. കഴിച്ചാൽ നല്ല ശരീരത്തിന് രക്തശുദ്ധി കിട്ടും, മുഖത്തിനൊക്കെ നല്ല ചാമിങ് വരും എന്നുള്ള, അല്ലാതെ അതിൽ ലഹരി ഇല്ല കേട്ടോ എന്ന്. ഞാൻ പറഞ്ഞു എനിക്കതൊന്നും അറിയണ്ട അമ്മ, ഞാൻ കരുതി വൈനെന്ന് പറഞ്ഞാൽ മദ്യം എന്ന് വിചാരിച്ചെന്ന് ഞാൻ മറുപടി പറഞ്ഞു. എന്തൊരു സന്തോഷം എന്ന് പറയുക ഈ JC ഡാനിയൽ അവാർഡ് കിട്ടിയപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞത് മധുസാറും ശാരദാമ്മയും മുതൽ ബേസിലും വിഷ്ണു ഉണ്ണികൃഷ്ണനും വരെ എനിക്ക് പരിചയപ്പെടാൻ പറ്റി. അടൂർ ഗോപാലകൃഷ്ണ സാറ്, ഷാജി എൻ കരുൺ സാറ്, TV ചന്ദ്രൻ ചേട്ടൻ, PA ബക്കർ, KR മോഹൻ, ലെൻ രാജേന്ദ്രൻ, ശ്യാമപ്രസാദ്, പ്രിയദർശൻ, K മധു, ചക്കരുമ്മ സാജൻ തുടങ്ങി ജോഷി സാറ് വരെയുള്ള എത്രയോ പ്രഗത്ഭരായ സംവിധായകർ, നാദിർ ഷായും അരുൺ അരവിന്ദൻ വരെയുള്ള, അരുൺ അരവിന്ദനാണ് അതിരടി എന്ന് പറഞ്ഞ പടത്തിൻ്റെ സംവിധായകൻ, വരെയുള്ള അരുൺ അരവിന്ദൻ വരെയുള്ള സിനിമാക്കാർ, ഗുഡ് നൈറ്റ് മോഹനെ പോലുള്ള, മാക് അലിയെ പോലുള്ള വലിയ വലിയ, അല്ലെങ്കിൽ മാജിക് മഷ്റൂമിൻ്റെ നിർമ്മാതാവ് അഷറഫ് പിലാക്കൽ എന്ന് പറഞ്ഞ നിർമ്മാതാവ് വരെ എത്രയോ പേര് എൻ്റെ സൗഹൃദ പട്ടികയിലുണ്ട്. MD സാറിൻ്റെയും ശ്രീനിവാസൻ്റെയും ജോൺ പോളിൻ്റെയും കലു ഡെന്നിസിൻ്റെയും ഒക്കെ, രഘുനാഥ് പലേരിയുടെയും ഒക്കെ സ്ക്രിപ്റ്റിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഇതൊക്കെ തന്നെ ധാരാളമാണ്. സിനിമയെ ബഹുമാനിച്ചാൽ, സ്നേഹിച്ചാൽ സിനിമ നമ്മളെ ചതിക്കില്ല എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമായി ഞാൻ ഇതൊക്കെയാണ് പറയാറ്. അങ്ങനെ ഒരാളായിരുന്നു ശാർക്കര മൈതാനത്ത് കളിച്ച് നടന്ന ഒരു പയ്യൻ. ശാർക്കര മൈതാനത്ത് കളിച്ച് നടന്ന ഒരു പയ്യൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ പ്രേം നസീർ എന്ന് പറയും, അല്ല. ഒരു കാലത്തെ നല്ല സിനിമയുടെ വക്താവായി മാറിയ കഥയും MTയെ പോലൊരു എഴുത്തുകാരനെ തിരക്കഥാകൃത്താക്കി മാറ്റിയ ദീർഘദർശിയുമായിരുന്നു ഈ പയ്യൻ. തൻ്റെ നാട്ടുകാരൻ അബ്ദുൽ ഖാദറിന് നല്ല അഭിനയപ്രധാനമായ വേഷങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാനാകുമെന്ന് ആദ്യം ബോധ്യമാക്കിയ വേഷങ്ങൾ നൽകിയതും ഈ ചെറിയങ്കിഴുകാരനായ പയ്യനായിരുന്നു. മലയാള സിനിമയുടെ ഒട്ടുമുക്കാൽ പേരും സ്നേഹപൂർവ്വം വിളിക്കുന്ന പരമോണ്ണ എന്ന് വിളിക്കുന്ന, അല്ലെങ്കിൽ പരമോണ്ണനായി മാറിയ ശോഭന പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞാൽ അതാര് എന്ന് ചിന്തിക്കുമെങ്കിൽ, എന്താ പറയുക, ഇന്നും ഓർമ്മിക്കപ്പെടുന്ന മനുഷ്യൻ്റെ കഥയും ഞാൻ പറഞ്ഞ കണക്ക് സിനിമയെ പ്രണയിച്ച മനുഷ്യനെ സിനിമാക്കാരനായി തന്നെ ജീവിക്കാൻ പ്രേരിപ്പിച്ച് മരണം വരെ സിനിമാക്കാരനായി ജീവിക്കാൻ ഇടയാക്കി. തൃശ്ശൂരിൽ ഒരു സ്റ്റുഡിയോ തുടങ്ങിയതാകണം ശോഭന പരമേശ്വരൻ നായരെ സിനിമാക്കാരനായി മാറ്റാൻ പ്രേരകം. ശോഭന സ്റ്റുഡിയോ എന്നായിരുന്നു തൻ്റെ സ്ഥാപനത്തിന് അദ്ദേഹമിട്ട പേരെന്ന് ഞാൻ പറയണ്ടല്ലോ. KPS ലളിത ഏത് നാടക ട്രൂപ്പിലാണ് അഭിനയിച്ചതെന്ന് ചോദിച്ചതുപോലെ ആകരുത്. അതുപോലെ ലോപിച്ച് സ്റ്റുഡിയോ ഉടമയുടെ പേരായി മാറി ശോഭന പരമേശ്വരൻ നായർ എന്ന് മാറിയത് ചരിത്രമാണ്. പ്രേം നസീറിൻ്റെയും G ദേവരാജൻ്റെയും സഹപാഠിയായതും സിനിമയെ ശ്രദ്ധിക്കാൻ പ്രേരകമായിരിക്കാം. ക്രമേണ ശോഭന സ്റ്റുഡിയോ സിനിമാ, സാഹിത്യ, രാഷ്ട്രീയക്കാരുടെ താവളമായി മാറ്റപ്പെട്ടു. തൃശ്ശൂരിൽ കോഴിക്കോട്ട് നിന്നും റോയൽറ്റി വാങ്ങാൻ വരുന്ന, കറണ്ട് ബുക്സിലൊക്കെ വരുന്ന വക്കം മുഹമ്മദ് ബഷീറിൻ്റെയും സിനിമാക്കാരനാകാൻ സ്വപ്നം കണ്ട് നടന്ന രാമു കാര്യട്ടിൻ്റെയും P ഭാസ്കറിൻ്റെയും ഒക്കെ മേൽവിലാസമായി മാറിയ ഒരു കാലത്ത് ശോഭന സ്റ്റുഡിയോ. ആ ബന്ധം രാമു കാര്യട്ട് സംവിധായകനായ നീലക്കുയിലിൻ്റെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ആകാൻ ശോഭന പരമേശ്വരൻ നായർ പ്രേരകമായി. നീലക്കുയിൽ ആദ്യ ദേശീയ വെള്ളി മെഡൽ മലയാളത്തിൽ എത്തിച്ചതോടെ ആ ചിത്രത്തിലുണ്ടായിരുന്ന എല്ലാവരും ശ്രദ്ധേയരായി. പരമോണ്ണനും ശ്രദ്ധിക്കപ്പെട്ടു.
ചിറയൻകീഴിനടുത്താണ് കടയ്ക്കാവൂർ എന്ന് പറഞ്ഞ സ്ഥലം, ഗ്രാമം. കടയ്ക്കാവൂരിൽ ബയോസ്കോപ്പ് എന്ന പുതിയൊരു കലാരൂപം വന്നതറിഞ്ഞു. പരമോണ്ണൻ അന്ന് 10 വയസ്സായിട്ടില്ല. പരമോണ്ണൻ്റെ അണ്ണനും എന്താ പറയുക, അണ്ണൻ്റെ ഒരു സ്നേഹിതനും കൂടി ചിറയൻകീഴിൽ നിന്ന് 5 മൈൽ ദൂരം നടന്നു പോയി പരമോണ്ണനെ ആദ്യമായി സിനിമ കാണിച്ചു കൊടുത്തു. നിശബ്ദ സിനിമ. ടെൻറ്റ് വലിച്ചു കെട്ടിയാണ് സിനിമ കാണിക്കുന്നത്. ടെൻറ്റിൻ്റെ മുന്നിൽ ഒരു കർട്ടൻ ഇട്ടിട്ടുണ്ട്, മറച്ചിട്ടുണ്ട്. അതിൻ്റെ മുന്നിലിരുന്ന് ഒരു മനുഷ്യൻ കോളാമ്പി ഇങ്ങനെ പിടിച്ചു വച്ചിട്ട് ഇന്നിവിടെ കാണിക്കുന്ന സിനിമയുടെ കഥയും നടിച്ചവരുടെ പേരുകളും അതിലാരൊക്കെയാണ് ടെക്നീഷ്യന്മാരായിരുന്നത് എന്ന ആ ആൾക്കാരുടെ പേരുകളും എല്ലാം തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ബയോസ്കോപ്പിൽ സിനിമ കാണാൻ പോയ ആദ്യത്തെ കാഴ്ച. അകത്ത് കയറിയിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് സിനിമ. വലിച്ചു കിട്ടിയ വെള്ള തുണിയിലൂടെ കുചേലൻ നടന്നു വരുന്നു ശ്രീകൃഷ്ണനെ കാണാനായിട്ട്. കൃഷ്ണൻ്റെ കഥയൊക്കെ പഠിച്ചിട്ടുള്ളതിനാൽ കുചേലൻ എവിടെ പോകുന്നുവെന്ന്, അല്ലെങ്കിൽ കഷത്തിൽ തുണിയിൽ എന്താണ് പൊതിഞ്ഞു വച്ചിരിക്കുന്നതെന്നൊക്കെ ശോഭന പരമേശ്വരൻ നായർക്ക് അല്ലെങ്കിൽ പരമോണ്ണന് മനസ്സിലായി. ഇവിടുത്തെ പ്രശ്നം അതല്ല. കുചേലൻ എങ്ങനെ തുണിയിലൂടെ നടന്നു വരുന്നു, ഒരു ചെറിയ ദ്വാരത്തിലൂടെ തൂണുപോലെ പുക നിറഞ്ഞ പ്രകാശം തുണിയിൽ വന്ന് ഇടിക്കുന്നുമുണ്ട്. ഇത് രണ്ടും എങ്ങനെ എന്നായിരുന്നു 10 വയസ്സുകാരനായ പരമോണ്ണൻ്റെ ചിന്ത. ആ ചിന്തയിൽ കിടന്നതിനാൽ അന്ന് രാത്രി പരമോണ്ണൻ ഉറങ്ങിയില്ല. അതാണ് ആദ്യ സിനിമാനുഭവം. 2 ചക്രത്തിന്, ചിത്രമല്ല, 2 ചക്രം എന്നാണ് പൈസ. ഇപ്പോഴത്തെ കറൻസിയോ അല്ലെങ്കിൽ നാണയത്തുട്ടുകളെ അന്ന് പറയുന്ന ചക്രം ലെവലിലാണ് കണക്ക്. എനിക്ക് അതിൻ്റെ കണക്ക് പറഞ്ഞു തരാൻ അറിയില്ല. 2 ചക്രത്തിന് തറ ടിക്കറ്റ് എടുത്ത് കണ്ട ആ നിശബ്ദ സിനിമ പരമോണ്ണൻ്റെ മനസ്സിൽ എന്തോ ചിന്തകളൊക്കെ വിത്തുപാകിയെടുത്തു. ആ ഇടയ്ക്കാണ് ചിറയൻകീഴിൽ അംബിക തിയേറ്റർ പണിയുന്നത്. സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും തൻ്റെ ആരോ പണിയുന്ന തിയേറ്റർ എന്ന പോലെ അവിടെ കയറി പണിയുടെ പുരോഗതി നോക്കുന്ന പതിവായിരുന്നു പിന്നെ പരമോണ്ണൻ, അല്ലെങ്കിൽ കുട്ടി പരമോൻ. തെങ്ങിൻ തടി മുറിച്ച് ആനയെ കൊണ്ട് വലിച്ച് കൊണ്ടുവന്ന് കുഴിയിൽ നിർത്തി തെങ്ങോല മെടഞ്ഞ് തിയേറ്റർ പണിതു വേഗം. ആഴ്ചയിൽ 3 സിനിമകൾ വീതമാണ് അംബിക തിയേറ്ററിൽ കളിക്കുന്നത്. അക്കാലത്ത് വരുന്ന ഒരു സിനിമയും ഒരാഴ്ച കളിച്ചിട്ടേയില്ല. ദേവത എന്ന തെലുങ്ക് സിനിമ അംബികയിൽ കണ്ട ഓർമ്മ പരമോണ്ണനുണ്ടായിരുന്നു. കുടിച്ചോണ്ട് ഇങ്ങിട്ടുതാ എന്ന് പറഞ്ഞ കണക്ക് തെലുങ്ക് അറിയില്ലെങ്കിലും ദേവത പരമോണ്ണൻ നന്നായിട്ട് ആസ്വദിച്ചു. അതുണ്ടാക്കിയ സിനിമാക്കാരോട് അദ്ദേഹത്തിന് ബഹുമാനം തോന്നി. കൊച്ചു മനസ്സിനെ ആകർഷിച്ച സിനിമയായിരുന്നു ദേവത. പിന്നെ ത്യാഗരാജ ഭാഗവതരുടെ സിനിമകൾ വരാൻ തുടങ്ങി. അതൊക്കെ ഭാഗവതർ തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് ആ കൊച്ചു മനസ്സിൽ, പരമുവിൻ്റെ കൊച്ചു മനസ്സിൽ വിശ്വസിച്ചത്. വീടിൻ്റെ തൊട്ടടുത്ത കൊട്ടകയിൽ സിനിമ കാണാൻ സഹപാഠി കൂടെ പഠിക്കുന്ന അബ്ദുൽ ഖാദറും ഉണ്ടാവും. 2 പേരുടെയും ചിന്താഗതികൾ ഏറെക്കുറെ ഒന്നായിരുന്നു. സിനിമ കാണലിലും നാടകം അവതരിപ്പിക്കലും ഒക്കെയായിരുന്നു ഇരുവർക്കും ഇഷ്ടം. സ്കൂൾ ഇൻ്റർവെല്ലാവുമ്പോൾ കണ്ട സിനിമയെപ്പറ്റി ഇരുവരും ചർച്ച ചെയ്യും. അതെങ്ങനെ ആ കുതിര അങ്ങനെ പോയത് ഇങ്ങനെ പോയത് എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യും. സ്കൂൾ വാർഷിക പരീക്ഷയ്ക്ക് ഒരു എന്താ പറയുക ആനിവേഴ്സറി വരുമല്ലോ എല്ലാ സ്കൂളിലും. ഇവിടെയും ആനിവേഴ്സറി വന്നു. ഒരു നാടകം ഇരുവരും കൂടി പല പുസ്തകങ്ങൾ വായിച്ചതിൽ നിന്നും കണ്ടെത്തി. കമുകറ നാരായണക്കുറുപ്പ് എഴുതിയ വിശ്വമോഹിനി എന്ന് പറഞ്ഞ നാടകമാണ് ആനിവേഴ്സറിക്ക് ചെയ്യാൻ ഫിക്സ് ചെയ്തത്. അബ്ദുൽ ഖാദർ നായകൻ, പരമോണ്ണൻ വില്ലൻ. തമാശക്കാരനായൊരു വേഷമുണ്ട്. അത് നടരാജൻ എന്ന് പറഞ്ഞാൽ കൂടെ പഠിക്കുന്ന ഒരാൾ ചെയ്യും. കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുടെ ആരോടെങ്കിലും ഒന്ന് നായികയാകാമോ എന്ന് ചോദിച്ചാൽ ഓരൊറ്റ പെൺകുട്ടികളും നായികയാവാൻ തയ്യാറല്ല. അവർക്ക് ഭയങ്കര നാണം. അങ്ങനെ ക്ലാസ്സിലെ സുന്ദരനായ മജീദിനെ പിടിച്ച് നായകനാക്കി. നാടകമൊക്കെ പഠിച്ച് റെഡിയാക്കി. ആനിവേഴ്സറിക്ക് അവതരിപ്പിക്കാൻ അനുവാദം തേടി ഹെഡ് മാസ്റ്ററെ കണ്ടു. ഖാദറും പരമവും കൂടി. നാടകവും വേണ്ട ബാലയും വേണ്ട എന്നായി പ്രഥമ അധ്യാപകൻ. പോയി വേറെ
പണി നോക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആനിവേഴ്സറിയേ വേണ്ട എന്ന് പോലും അദ്ദേഹം പറഞ്ഞു വിട്ടു. കുറേ ദിവസം കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്നാൽ പിന്നെ കുഴപ്പമില്ല, നിങ്ങൾക്ക് സങ്കടമാണെങ്കിൽ ആനിവേഴ്സറി നടത്തിക്കോ എന്ന് പറഞ്ഞു. ക്ലാസ് മുറിയിലെ ബെഞ്ചുകൾ നിരത്തിയിട്ടാണ് സ്റ്റേജ് ഉണ്ടാക്കി. നാടകത്തിൽ അവിടെ എവിടെയെങ്കിലും പശ്ചാത്തല സംഗീതം വേണമല്ലോ. ഒരു ഹാർമോണിസ്റ്റിനെ കിട്ടണമെങ്കിൽ 8 രൂപ മുതൽ 10 രൂപ വരെ അക്കാലത്ത് കൊടുക്കണം. നാട്ടിൽ സംഗീതം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനുണ്ട്, പരവൂർ കൊച്ചു ഗോവിന്ദനാശാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്വന്തമായി ഹാർമോണിയം ഉണ്ട്. അപ്പോൾ ഹാർമോണിയത്തിന് പ്രത്യേകം വാടക കൊടുക്കണ്ട. കൊച്ചു ഗോവിന്ദനാശാനെ ചിലപ്പോൾ നമ്മൾ അറിയാൻ സാധ്യതയുണ്ട്. പിന്നീട് സംഗീത ചക്രവർത്തിയായി മാറിയ ദേവരാജ മാഷിൻ്റെ അച്ഛനാണ് ഈ പറയുന്ന കൊച്ചു ഗോവിന്ദനാശാൻ. നാടകം വലിയ വിജയമായി സ്കൂളിൽ. വളരും തോറും ഇരുവരുടെയും ചിന്താഗതികൾ മാറി. സിനിമയിൽ ഒരു അവസരം ലഭിച്ചാൽ നന്നാവുമെന്ന് അബ്ദുൽ ഖാദറിന് ഒരു ഉള്ളുള്ളി പോലെ. തമിഴ് അറിയില്ലല്ലോ, പിന്നെ എങ്ങനെ നമ്മൾ മദ്രാസിൽ പോകുമെന്നാണ് പരമോണൻ്റെ ചോദ്യം. യാദൃച്ഛികമായി ഒരു ദിവസം അവരൊരു പത്രപരസ്യം കണ്ടു. പുതിയ മുഖങ്ങളെ സിനിമയ്ക്ക് വേണ്ടി തേടുകയാണ്. അഭിനയിക്കാൻ ആവശ്യമുണ്ട് പുതിയ ആളുകളെ, പുതിയ മുഖങ്ങളെ. നമുക്ക് 2 പേർക്കും ഒന്ന് അപേക്ഷിച്ചാലോ എന്നായി അബ്ദുൽ ഖാദർ. പരമോന് സമ്മതം. അപേക്ഷ അയച്ചു. പോസ്റ്റ്മാനെ കാണുമ്പോഴൊക്കെ കത്തുണ്ടോ എന്ന് തിരക്കി. കാരണം അവിടുന്ന് മറുപടി വന്നോന്ന് നായകനായിട്ട് എടുത്തു. മറുപടി വന്നില്ല. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇരുവരും അതങ്ങ് മറന്നു. പ്രേം നസീർ സിനിമാ നടനായി. മലയാളത്തിലും തമിഴിലും തിരക്കുള്ള നായകനായി. ശോഭന പരമേശ്വരൻ നായർ സിനിമയിൽ തന്നെ സ്റ്റിൽ ഫോട്ടോഗ്രാഫറായി തുടങ്ങി, പിന്നീട് നിർമ്മാതാവായി. പ്രേം നസീർ അഭിനയിക്കുന്ന ഒരു സെറ്റിൽ പരമോണനും കൂടെ ഉണ്ട്. അപ്പോൾ നസീർ സാറിൻ്റെ ഒരു ഡേറ്റ് എന്ന് കിട്ടുമെന്ന് അന്വേഷിക്കാൻ പണ്ട് പരസ്യം കൊടുത്ത നിർമ്മാതാവ് അവിടെ വന്നു. പേരും ബാനറും ഒക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ പരമോണ്ണൻ ഒരു ഡയലോഗ് അടിച്ചു. പണ്ട് ഞാനും നസീറും താങ്കളുടെ ഒരു പരസ്യം കണ്ട് അപേക്ഷിച്ചിരുന്നു. നോ എന്നൊരു വാക്ക് പോലും മറുപടിയായി താങ്കൾ തന്നില്ല. ആരാണ് ആ പ്രൊഡ്യൂസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിശയിക്കും. മലയാള സിനിമയിൽ ഒരുപാട് നല്ല സിനിമകൾ എടുത്ത JC ഡാനിയലിൻ്റെ പേരിൽ സമഗ്ര സംഭാവനയ്ക്ക് ഒരു പുരസ്കാരം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചപ്പോൾ ഒരാലോചനയുമില്ലാതെ തന്നെ ആദ്യത്തെ അവാർഡ് നൽകി ആദരിച്ച സാക്ഷാൽ അസോസിയേറ്റ് പിക്ചേഴ്സിൻ്റെ ഉടമ വാസു സാർ എന്ന് സിനിമാക്കാർ മുഴുവൻ വിളിച്ചിരുന്ന ജയ് മാരുതിയുടെ T വാസുദേവ സാറാണ് അന്ന് ഈ പത്രപരസ്യം കൊടുത്തിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ 2 പേരുടെയും അപേക്ഷകൾ ഞാൻ കണ്ടിട്ട് കൂടിയില്ലായിരുന്നു. സ്കൂൾ പഠനം കഴിഞ്ഞ് അബ്ദുൽ ഖാദർ ചങ്ങനാശ്ശേരിയിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കാൻ പോയി. കോളേജിലേക്ക് പോയി. പരമോണ്ണന് പഠിക്കാനൊന്നും താല്പര്യമില്ല. അതുകൊണ്ട് തിരുനെൽവേലിയിൽ ജ്യേഷ്ഠൻ്റെ അടുത്തേക്ക് പോയി. ഒട്ടും പഠിക്കാൻ താല്പര്യമില്ല. ആരുടെ കൂടെയെങ്കിലും സിനിമാറ്റോഗ്രാഫി പഠിക്കണം, അസിസ്റ്റൻറ്റ് ക്യാമറാമാനായി നിന്ന് ക്യാമറ പഠിക്കണം. അതാണ് ശോഭന പരമേശ്വരൻ നായർ എന്ന പരമോണ്ണൻ്റെ സ്വപ്നം. തിരുനെൽവേലിയിൽ നിന്നും മദുരാശിക്ക് വണ്ടി കയറി. അവിടെ പരമോണ്ണൻ്റെ കുഞ്ഞമ്മയുടെ മകൻ വാസു അണ്ണൻ എന്ന് പറഞ്ഞ ഒരാളവിടെ ഉണ്ട്. സിനിമയിലാണ് പണി. അസിസ്റ്റൻറ്റ് ഫിലിം എഡിറ്ററാണ്. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞ സമയമായതിനാൽ സിനിമകളൊന്നുമില്ല. എല്ലാം പട്ടിണിയും ദാരിദ്ര്യമുള്ള കാലമാണ്. സ്റ്റുഡിയോകളെല്ലാം പൂട്ടിക്കിടക്കുന്ന കാലം. കാരണം തിയേറ്ററൊന്നും തുറക്കുന്നില്ല. വാസു അണ്ണൻ അനുജനെ പ്രശസ്തനായ ക്യാമറാമാൻ PN റായിയുടെ അടുത്തെത്തിച്ചു. അനിയനെ താങ്കളുടെ കൂടെ അപ്രന്റീസ് ആക്കാമോ എന്ന് ചോദിച്ചു. എല്ലാം നിശ്ചലമായി കിടക്കുന്നിടത്ത് എന്ത് അപ്രന്റീസ്? ഒരു 6-7 മാസമെങ്കിലും കഴിയും ഈ സ്റ്റുഡിയോകളൊക്കെ, പൂട്ടിയിട്ടിരിക്കുന്ന സ്റ്റുഡിയോകളൊക്കെ തുറക്കാൻ. അപ്പോൾ ആലോചിക്കാമെന്നായി PN റായ്. 1-2 മാസം മദ്രാസിൽ കറങ്ങി നടന്നു വാസു അണ്ണൻ. താമസിക്കുന്നിടത്ത് ബന്ധുവാണെങ്കിലും കിടക്കാൻ പോലും ഇടമില്ല. ഭക്ഷണത്തിനും കക്ഷി ബുദ്ധിമുട്ടുന്ന കാലമാണ്. കാരണം സിനിമയിൽ എഡിറ്റിങ്ങൊന്നും ഇല്ലല്ലോ. പരമോണ്ണൻ നാട്ടിലേക്ക് മടങ്ങാൻ ഒരു കാരണവും കൂടെ കിട്ടി. പരമോണ്ണൻ്റെ മൂത്ത ചേച്ചിക്ക് അസുഖം കൂടുതലാണ് എന്ന കത്ത് വന്നിരുന്നു. നാട്ടിലെത്തുമ്പോഴേക്കും ചേച്ചി മരിച്ചു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് വീണ്ടും പരമോണ്ണൻ തിരുനെൽവേലിക്ക് തന്നെ പോയി.
വാസുണ്ണൻ ക്ഷണിച്ചുകൊണ്ടുള്ള കത്തിനായി കാത്തിരുന്നു. മദ്രാസിൽ നിന്ന് വാസുണ്ണൻ കത്തയക്കും, നീ വാ, ഇവിടെ ഒരു ക്യാമറമാൻ റെഡി എന്ന് പറഞ്ഞാൽ വരുമെന്ന് കാത്തിരുന്നു. സമയം പോക്കാനായി തിരുനെൽവേലിയിലെ ടൗണിൽ തന്നെയുള്ള മാരാർ സ്റ്റുഡിയോയിൽ പോയിരിക്കും പകൽ. ഒരു നാൾ മാരാർ സാറ് പറഞ്ഞു, പരമേശ്വര, വെറുതെ ഇവിടെ വന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫോട്ടോ എടുക്കാനൊക്കെ പഠിക്കും, ഞാൻ പഠിപ്പിച്ചു തരാം. ഡാർക്ക് റൂമിൽ കയറി നെഗറ്റീവ് ഡെവലപ്പ് ചെയ്യാനും പ്രിൻ്റ് അടിക്കാനും ഒക്കെ പഠിക്കും, അത് ഞാൻ പഠിപ്പിച്ചു തരാം. വെറുതെ സമയം കളയരുതേ. നാളെ ചിലപ്പോൾ ഇതുകൊണ്ടാകും പരമേശ്വരൻ്റെ ജീവിതം എന്നാര് കണ്ടു എന്ന് അദ്ദേഹം ചോദിച്ചു. അങ്ങനെ ഒരു രസത്തിന് പഠിച്ച പണിയായിരുന്നു ഫോട്ടോ എടുക്കലും പ്രിൻ്റ് അടിക്കലും. പക്ഷേ എന്തുകൊണ്ടോ പരമോണം പെട്ടെന്ന് പണി പഠിച്ചു എന്ന് മാത്രമല്ല, ആ പ്രിൻ്റുകൾക്കൊക്കെ ഒരു ജീവനുള്ളതുപോലെ തോന്നി. പരമോനോട് മാരാർ, ആരും പറയാത്തതാണ്, പക്ഷേ മാരാർ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ഒരു സ്റ്റുഡിയോ തട്ടിക്കൂട്ട്, നിങ്ങൾക്ക് ഫോട്ടോഗ്രാഫിയിൽ നല്ല വാസനയുണ്ട്, വിജയിക്കും, ഉറപ്പായിട്ട് വിജയിക്കും, ആ സ്റ്റുഡിയോ വിജയിക്കും. ഈ സിനിമാറ്റോഗ്രാഫി എന്നാലോചിച്ച് വെറുതെ സമയം പഴയാക്കി കളയേണ്ട നിങ്ങൾ. ശരിയാണല്ലോ അദ്ദേഹം പറയുന്നത് എന്ന് ഇദ്ദേഹത്തിനും തോന്നി. എവിടെ തുടങ്ങും സ്റ്റുഡിയോ എന്നായി പരമു. തിരുനെൽവേലിയിൽ തന്നെ മതിയെന്ന് മാരാർ ഉറപ്പിച്ച് പറഞ്ഞു. ആരെങ്കിലും പറയുമോ എൻ്റെ സ്റ്റുഡിയോയ്ക്ക് പാര വയ്ക്കാൻ നീ ഇവിടെ തന്നെ തുടങ്ങുമെന്ന് പറയില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞു, നീ തിരുനെൽവേലിയിൽ തന്നെ തുടങ്ങും, ടൗണിലോ ജംഗ്ഷനിലോ നമുക്കൊരിടം സംഘടിപ്പിക്കാം, ക്രമേണ വർക്കുകൾ വരും, ഉറപ്പായിട്ട് വരും. അത് വേണ്ട എന്നായി പരമോണ്ണൻ. അതെന്താ, ഞാനിവിടെ അടുത്തുള്ളത് പരമന് ഗുണമല്ലേ എന്ന് ചോദിച്ചു. അത് വേണ്ട, എന്നാൽ പിന്നെ കേരളത്തിലേക്ക് വിട്. പാലക്കാട് നല്ല സ്ഥലമാണ്, കോഴിക്കോടും തൃശ്ശൂരും കൊള്ളാം, ഇതൊന്നും പോരെങ്കിൽ എറണാകുളവും കൊള്ളാം എന്ന് മാരാർ പറഞ്ഞു. അത് തപ്പാനായി അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച്, ഏത് വേണം, കോഴിക്കോട് വേണോ, പാലക്കാട് വേണോ, തൃശ്ശൂർ വേണോ, എറണാകുളം വേണോ എന്നിങ്ങനെ മനസ്സിലിട്ട് ആലോചിച്ചു. അപ്പോൾ തൃശ്ശൂരിനെ പറ്റി ആരൊക്കെയോ പറഞ്ഞൊരു ചിത്രം ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. കേരളത്തിലാണ് സ്റ്റുഡിയോ തുടങ്ങുന്നതെങ്കിൽ തൃശ്ശൂർ മതി എന്ന് മനസ്സ് പറയും പോലെ തോന്നി. തൃശ്ശൂരിനെ പറ്റി പരമോണ്ണം വിലയിരുത്തുന്നത്, അപരിചിതരായ ആര് തൃശ്ശൂർ മണ്ണിൽ കാലുകുത്തിയാലും എതിരെ വരുന്ന ആൾക്കാർ ഒരു ചെറു പുഞ്ചിരി സമ്മാനിക്കും, മറ്റൊരു ജില്ലയിലും അതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ തൃശ്ശൂർ ഒരുപാട് പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. ഏത് അപരിചിതനെ കണ്ടാലും തൃശ്ശൂരുകാരൊരു പുഞ്ചിരി ഫ്രീ ആയിട്ട് കൊടുക്കുമെന്നാണ് പറയുന്നത്. യവൻ എവിടെ നിന്ന് കുറ്റിയും പറിച്ചുകൊണ്ട് വന്നവനാണ്ട എന്ന ഭാവമേ തൃശ്ശൂർകാർ കാട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മുന്നിൽ കണ്ട ചിലരോട് ഇവിടെ എവിടെയെങ്കിലും കുറച്ച് സ്ഥലം വാടകയ്ക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് പരമോണ്ണം തിരക്കി. ഇങ്ങനെ പലരോടും ചോദിച്ചപ്പോൾ അതിലൊരാൾ ചോദിച്ചു, സ്ഥലം എന്തിനു വേണ്ടിയാ? ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങാൻ വേണ്ടിയാ. പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു, 5 വിളക്കിൻ്റെ അവിടെ ഒരു സ്ഥലം ഒഴിഞ്ഞു കിടന്നിരുന്നത് എനിക്കറിയാം, ഒരു കെട്ടിടത്തിൻ്റെ മേളിലാണ്, മാടി എന്ന് പറയും, മാടിയിലാണ്. നിങ്ങളവിടെ പോയെന്ന് അന്വേഷിക്കുക, ചിലപ്പോൾ അത് പോയിട്ടുണ്ടാകാം, എന്നാലും തിരക്കി നോക്ക്. 5 വിളക്കിലെത്തി പരമോണ്ണം അന്വേഷിച്ചു, ഇങ്ങനെ മേളിലത്തെ നില ഒഴിഞ്ഞിടക്കുന്ന സ്റ്റുഡിയോയ്ക്ക് പറ്റിയൊരു സ്ഥലമുള്ളത് എവിടെയെന്ന്. തിരക്കില്ലാത്ത ഒരിടത്താണ് ഈ കെട്ടിടം നിൽക്കുന്നത്. ഒരു സ്വർണ്ണപ്പണിക്കാരൻ്റെ കടയുടെ മുകൾ നില അടച്ചിട്ടിരിക്കുന്നു, അതാണ് വാടകയ്ക്ക് കൊടുക്കാനിട്ടിരിക്കുന്നത്. അയാൾ മേളിലെ കടമുറി തുറന്ന് കാണിച്ചു. ശോഭന പരമേശ്വരൻ നായർക്ക്, അല്ലെങ്കിൽ ശോഭന സ്റ്റുഡിയോയ്ക്കായി ആരോ റെഡിയാക്കി ഇട്ട മാതിരിയുണ്ട് ആ സ്ഥലം. വലിയ കാശ് മുടക്കില്ലാതെ സ്റ്റുഡിയോ ആയി റെഡിയാക്കി എടുക്കാം. എന്താകും വാടക എന്ന് ചോദിച്ചു. അത് ഉടമസ്ഥയോട് തന്നെ ചോദിക്കണം. കിഴക്കേക്കോട്ടയിലാണ് അവർ താമസിക്കുന്നത്. എൻജിനീയറായ ഭർത്താവ് അടുത്തിടെ മരിച്ചുപോയി. 2 ആൺമക്കളാണ്. ഇവിടെ ഇപ്പോൾ അവർ മാത്രമേ ഉള്ളൂ, 2 പേരും വിദേശത്താണ്. ചെന്നു കണ്ടു, സംസാരിച്ചു. 60 രൂപ മാസ വാടക, 3 മാസത്തെ അഡ്വാൻസ്, 180 രൂപ അഡ്വാൻസ് കൊടുക്കണം, ഉറപ്പിച്ചു.
സ്വർണ്ണപ്പണിക്കാരൻ്റെ പേര് കുഞ്ഞിപ്പാലു. ഏതോ ഒരു പടത്തിൽ ഇന്നസെൻ്റെ പേര് കുഞ്ഞിപ്പാലു എന്നാണ്. ഈ രണ്ടാം നിലയിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ അടച്ചിട്ടിരിക്കുന്നത് എന്ന് കുഞ്ഞിപ്പാലുവിനോട് ചോദിക്കും മുമ്പ് തന്നെ കുഞ്ഞിപ്പാലു പരമോണ്ണനോട് വിശദമാക്കി. ഒരു ബാങ്കുകാർ വാടകയ്ക്കെടുത്തു. ബാങ്കുകാർ തന്നെ ചില മാറ്റങ്ങളൊക്കെ നടത്തി. വാടക സംബന്ധമായ എന്തോ ചില പ്രശ്നങ്ങൾ വന്നു. അങ്ങനെ വാടക കരാർ എഴുതാനുള്ള ഘട്ടം വരെ എത്തിയിട്ടാണ് അത് മാറിപ്പോയത്. ഇതിനേക്കാൾ വലിയൊരു സ്ഥലം കിട്ടിയപ്പോൾ ബാങ്കുകാർ ഇതങ്ങ് ഇട്ടേച്ച് പോയി. പിന്നെ ആവശ്യക്കാരും വന്നില്ല. എനിക്ക് വേണ്ടി ഇങ്ങനെ കാത്തു കിടന്നതാകും ഈ മട്ടുപ്പാവ് എന്ന് പരമോണ്ണൻ വിശ്വസിച്ചു. ഒരാഴ്ചയ്ക്കകം പരമോണ്ണൻ മടങ്ങി വന്നു. അഡ്വാൻസ് അങ്ങനെ മടങ്ങി വരുമ്പോൾ നിങ്ങൾക്ക് അഡ്വാൻസ് തരാം, ഇനി ആർക്കും ഇത് കൊടുക്കണ്ട, ഞാൻ എടുക്കുന്നു, ഞാൻ തിരുനെൽവേലിയിൽ പോയിട്ട് ഒരാഴ്ചയ്ക്കകം മടങ്ങി വരാം എന്ന് അദ്ദേഹം പറഞ്ഞു. സ്റ്റുഡിയോ തുടങ്ങാനുള്ള കാശ് ചേട്ടൻ വളരെ മുമ്പേ ഏറ്റിരുന്നു. മാരോരോടും ചെന്ന് കാര്യം പറഞ്ഞു. പിറ്റേ മാസം സ്റ്റുഡിയോ തുറന്നു. പിന്നെയാണ് പരമോണ്ണൻ അറിയുന്നത് ഈ സ്റ്റുഡിയോ സ്ഥലത്ത് ഒരു പ്രസിദ്ധീകരണശാലയായിരുന്നു. ഭാരതവിലാസം പ്രസ്, രാമായണവും മഹാഭാരതവും ഒക്കെ അടിച്ചിറക്കിയിരുന്ന പ്രസ്സായിരുന്നു ഈ സ്റ്റുഡിയോയ്ക്കായി എടുത്ത സ്ഥലം പണ്ട്. മാളിയമ്മാവ് ലോന എന്നായിരുന്നു ആ സ്ഥാപനത്തിൻ്റെ ഉടമയുടെ പേര്. അവർ ഈ സ്ഥലം വിറ്റപ്പോൾ ജോർജ് എന്നൊരു എഞ്ചിനീയർ വാങ്ങി. താഴെ നിരനിരയായി കടകൾ, മേളിൽ ഇതുപോലുള്ള സ്ഥാപനങ്ങൾ. പ്രസ് കിടന്ന ഇടത്താണ് സ്റ്റുഡിയോ ആയി മാറിയത്. സ്റ്റുഡിയോ ഉദ്ഘാടനത്തിന് തിരുനെൽവേലിയിൽ നിന്ന് തനിക്ക് ജീവിത വഴി കാണിച്ചു തന്ന NP മാരാരെയും ജ്യേഷ്ഠനെയും ഒക്കെ ക്ഷണിച്ചു കൊണ്ടുവന്നു. സ്റ്റുഡിയോയിൽ തന്നെ പരമോണ്ണൻ താമസം. രാവിലെ പാറമേക്കാവ് ക്ഷേത്രക്കുളത്തിൽ കുളിച്ച് ദേവിയെ തൊഴുതു വന്ന് സ്റ്റുഡിയോ തുറക്കും. ഇന്ന് ആരെങ്കിലുമൊക്കെ ഫോട്ടോ എടുക്കാൻ വരണേന്ന് മാത്രം പ്രാർത്ഥിക്കും. പല ദിവസങ്ങളിലും ആരും വന്നില്ല. വരുന്നവർ റേറ്റൊക്കെ ചോദിച്ചിട്ട് പിന്നെ വരാമേ എന്ന് പറഞ്ഞിട്ട് മുങ്ങും. ആദ്യമായി ശോഭന സ്റ്റുഡിയോയിൽ ഫോട്ടോ എടുക്കാൻ വന്നയാളും പരമോണ്ണന് നല്ല നിശ്ചയമാണ് മരിക്കുന്നതുവരെ. ഒരു നാൾ ഉച്ചയൂണ് കഴിക്കാനായി പരമോണ്ണൻ ഇറങ്ങി സ്റ്റുഡിയോയിൽ നിന്ന്. സ്റ്റുഡിയോയുടെ അടുത്തുള്ള സ്ഥാപനത്തിലെ ഒരു പയ്യനോട് സ്റ്റുഡിയോ ഒന്ന് നോക്കിക്കൊള്ളാൻ ഏർപ്പാടാക്കിയിട്ടാണ് പരമോണ്ണൻ ഉണ്ണാൻ പോയത്. മടങ്ങി വരുമ്പോൾ കഴുത്തിൽ രുദ്രാക്ഷ മാലയൊക്കെ ഇട്ട് ഒരാൾ കാത്തിരിക്കുന്നു. ശബരിമലയ്ക്ക് മാലയിട്ട ഭക്തനാണ്. സ്റ്റുഡിയോ ഓണർ ഊണ് കഴിക്കാൻ പോയി എന്ന് പയ്യൻ പറഞ്ഞപ്പോൾ എന്നാൽ ഇഷ്ടം വരട്ടെ എന്ന് പറഞ്ഞ് അയാളോട് കുത്തിയിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത് ജോസ് സ്റ്റുഡിയോ ഉണ്ട്, ദാമോദർ സ്റ്റുഡിയോ ഉണ്ട്, കൃഷ്ണൻ നായർ സ്റ്റുഡിയോ ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ശോഭന സ്റ്റുഡിയോയിൽ തന്നെ ഫോട്ടോ എടുക്കാനായിട്ട് ആ സ്വാമി കാത്തിരിക്കുകയായിരുന്നു. ദൈവത്തിനെയൊക്കെ നന്നായി വിളിച്ചിട്ട് ശോഭന സ്റ്റുഡിയോയിലെ ആദ്യ ഫോട്ടോ പരമോണ്ണൻ എടുത്തു. ഡാർക്ക് റൂമിൽ കയറി ഡെവലപ്പ് ചെയ്ത് നെഗറ്റീവിൽ നോക്കിയപ്പോൾ നല്ല മുട്ടായി പോലുള്ള നെഗറ്റീവ്. പ്രിൻ്റ് അടിച്ചപ്പോൾ അത് അതിനേക്കാളും മനോഹരം. എന്താ ഇത്രയും നേരം എന്നെ കാത്തിരുന്നതെന്ന് ഫോട്ടോയുടെ പ്രിൻ്റ് കൊടുത്തുകൊണ്ട് പരമോണ്ണൻ തിരക്കി വന്ന ആളിനോട്. ഇവിടെ വന്ന് കയറിയപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഇവിടെ ഫോട്ടോ എടുത്താൽ മതിയെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കയറി കുത്തിയിരുന്നത്. സ്റ്റുഡിയോ തുടങ്ങിയിട്ട് ആദ്യമായി എനിക്ക് കിട്ടിയ വർക്കാണ്. താങ്കളാണ് എനിക്ക് ബില്ലെഴുതി കാശ് തരുന്നത്. അതും ആദ്യമാണ്. ആദ്യത്തെ ഓർഡർ കിട്ടിയതുപോലെ ബില്ലെഴുതി കൊടുത്തു. ആ തുടക്കം വലിയ വിജയത്തിലേക്ക് നീങ്ങി. ഇവിടം കൊണ്ട് ഞാൻ ജീവിക്കുമെന്ന് പരമോണ്ണൻ്റെ മനസ്സ് പറഞ്ഞു. കൊച്ചു കൊച്ചു ബിസിനസ്സുകളും LIC ഏജൻറ്റും നല്ല ആൾബലവുമുള്ള ഒരു AC ജോർജ് യാദൃച്ഛ്യമായി പരമോണ്ണനുമായി പരിചിതനായി. മിക്കവാറും ദിവസം AC ജോർജ് ശോഭന സ്റ്റുഡിയോയിൽ വന്നിരിക്കും. LIC ഏജൻ്റ് ആകുമ്പോൾ ഒരുപാട് പരിചിതർ ഉണ്ടാവുക സ്വാഭാവികം. അവരോടൊക്കെ ശോഭനയിൽ പോയി പടമെടുക്കാൻ AC ജോർജ് ശുപാർശ ചെയ്യുമായിരുന്നു. നമ്മുടെ ഫ്രണ്ടാണ് എന്ന് ഉറപ്പിച്ച് പറയും. ജോസ് തിയേറ്ററിൻ്റെ മുന്നിൽ സിനിമാ കഫേ, അതും സിനിമയാണ് കേട്ടോ, സിനിമാ കഫേ എന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. അവിടെയാണ് പരമോണ്ണൻ്റെ കാപ്പി കുടി. ഒരു നാൾ
സിനിമാ കഫേയിൽ ആഹാരം കഴിക്കാൻ രാത്രി ചെല്ലുമ്പോൾ അവിടെ AC ജോർജ് ഒരാളുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. പറയാൻ വിട്ടു, പരമോണ്ണനോടൊപ്പം ചിറയൻകീഴുകാരനായ ഒരു ചെല്ലപ്പണ്ണൻ കൂടി അന്ന് കൂടെ ഉണ്ടായിരുന്നു. ചെല്ലപ്പണ്ണൻ കോയമ്പത്തൂർ പക്ഷിരാജ സ്റ്റുഡിയോയിൽ പോയിട്ട് മടങ്ങി വരുന്ന വരവാണ്. ഒരു സന്ധ്യ നേരത്ത് പക്ഷിരാജയിൽ പോയിട്ട് തിരിച്ചു വന്നതാണ്. ചിറയൻകീഴുകാരൻ ചെല്ലപ്പണ്ണൻ കോയമ്പത്തൂർ പോയിട്ട് തൃശ്ശൂരിലിറങ്ങി പരമുവിൻ്റെ സ്റ്റുഡിയോ തേടിപ്പിടിച്ച് വന്നതാണ്. അപ്പോൾ വരവിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തിരക്കി. പക്ഷിരാജ സ്റ്റുഡിയോയിൽ ബാദൽ എന്ന ഹിന്ദി സിനിമ മലയാളത്തിലാക്കുന്ന അല്ലെങ്കിൽ മലയാളം പറയുന്നതാക്കുന്ന പണികൾ നടക്കുകയാണ്. മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തുന്നത് മുൻഷി പരമുള്ള സാറാണ്. അതിലൊരു വേഷത്തിന് ചെല്ലപ്പണ്ണൻ്റെ ശബ്ദം ടെസ്റ്റ് ചെയ്യാനായി മുൻഷി വിളിച്ചു വരുത്തിയതാണ് കോയമ്പത്തൂരിലേക്ക്. 2 ആഴ്ച കഴിഞ്ഞ് വിളിക്കും, വിവരം അപ്പോൾ അറിയിക്കാം എന്ന് പറഞ്ഞു. കോയമ്പത്തൂരിലേക്ക് ചിറയൻകീഴിൽ നിന്ന് എത്തുക ശ്രമകരമാണ്. തൃശ്ശൂരുള്ള ശോഭന സ്റ്റുഡിയോയിലേക്ക് കത്തിട്ടാൽ മതി എന്ന് പറഞ്ഞ് വിലാസവും കൊടുത്തിട്ടാണ് ഈ സന്ധ്യാനേരത്തുള്ള വരവ്. അങ്ങനെ ഇരുവരും കൂടി സിനിമാ കഫയിലേക്ക് ചെല്ലുമ്പോഴാണ് AC ജോർജും മറ്റൊരാളും സംസാരിച്ച് നിൽക്കുന്നത് കാണുന്നത്. ഈ മറ്റേ ആളെ ചെല്ലപ്പണ്ണൻ അറിയാം. കണ്ട മാത്രമേ തന്നെ ചെല്ലപ്പണ്ണൻ ഹലോ പറഞ്ഞു. ആ അപരിചിതനായ മനുഷ്യനും ഹലോ പറഞ്ഞു. അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുക തുടങ്ങി. എപ്പോഴെത്തി ഇവിടെ? ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. ഇതെൻ്റെ ഫ്രണ്ടാണ് AC ജോർജ്. ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. കൂടെയുള്ള ആളെ നോക്കിയിട്ട് ആ തടിച്ച അപരിചിതൻ തിരക്കി, ഇതാരാ? ശോഭന പരമേശ്വരൻ നേരെ ചോദിക്കണം, ഇതാരാന്ന്? ഇതെൻ്റെ നാട്ടുകാരൻ, എൻ്റെ ഒരു അനിയൻ എന്ന് പറയാം. ഇവിടെ ഒരു ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങി, ശോഭന സ്റ്റുഡിയോ. ഇവിടെ അന്തിവിളക്കിൽ. അത് ശരി, എന്നാൽ വായോ നമുക്കൊന്നിച്ച് ഭക്ഷണം കഴിക്കാമെന്നായി ആ പരിചിതൻ. ഭക്ഷണം കഴിച്ചു. 4 സംഘം പുറത്തേക്ക് നടന്നു. രാഗം തിയേറ്ററിൻ്റെ സൈഡിലൂടെയുള്ള ഇടവഴിയിലൂടെ AC ജോർജിൻ്റെ മുറിയിലേക്കാണ് യാത്ര. കുറേ നേരം അവിടെ ഇരുന്ന് ആ മുറിയിലിരുന്ന് കുശലങ്ങൾ പറഞ്ഞു. നാളെ ജോർജിനൊപ്പം സ്റ്റുഡിയോയിലേക്ക് വരാമെന്ന് ആ തടിയൻ പറഞ്ഞു പിരിഞ്ഞു. മടക്കത്തിൽ ചെല്ലപ്പണ്ണനോട് പരമോണ്ണൻ തിരക്കി, ആരാ കക്ഷിയത്? പരമോന് അറിയാമെന്നാണ് ഞാൻ കരുതിയത്. സൗണ്ട് എന്ന് പറഞ്ഞ സിനിമ മാസിക നീ വായിച്ചിട്ടില്ലേ? ഉണ്ട്. ആ സൗണ്ട് സിനിമ മാസികയുടെ പത്രാധിപരാണ്. ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. പേര് രാമു കാര്യട്ടെന്നാണ് അറിയപ്പെടുന്നത്. അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു. വീട്ടിൽ അമ്മയും മോനും മാത്രം. സിനിമയാണ് മനസ്സ് മുഴുവൻ. ചേറ്റുവക്കാരനാണ് കേട്ടോ. ശോഭന പരമേശ്വരൻ നായരുടെ മനസ്സിൽ ഒരു കുളിർമഴ പെയ്തു. ഒരു ഛായാഗ്രാഹകനാകാൻ നടന്നു, ഒന്നും സംഭവിച്ചില്ല. സിനിമ മോഹം ഉപേക്ഷിച്ചില്ല. ജീവിക്കാനായി ഒരു സ്റ്റുഡിയോയും വിട്ട് അറിയാത്ത നഗരത്തിൽ ഒതുങ്ങിക്കൂടുമ്പോൾ ഒരു സിനിമാ മോഹി തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. പിറ്റേന്നും കാര്യാട്ട് സംഘവും വന്നു. ഊണ് കഴിച്ചു. ഓരോരുത്തരായി പിരിഞ്ഞു. കാര്യാട്ട് മാത്രം ശോഭന സ്റ്റുഡിയോയിലിരുന്നു. ആ ഇരിപ്പ് പിന്നെ പതിവായി മാറി. പരമോണ്ണനും രാമുവും ഉറ്റ ചങ്ങാതിമാരായി മാറി. അവിടെ മുതൽ ആ ബന്ധം നീലക്കുയിൽ എത്തിച്ചത് മുതലുള്ള കഥ ഇനി ഒരിക്കൽ പറയാം. നീലക്കുയിലാണല്ലോ പരമോണ്ണൻ ആദ്യമായിട്ട് സ്റ്റിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ നിശ്ചല ഛായാഗ്രഹണം നടത്തിയ ആദ്യത്തെ സിനിമ. അത് സംവിധാനം ചെയ്തത് പി ഭാസ്കരൻ മാഷും രാമു കാര്യട്ടും കൂടിയാണല്ലോ. അവിടുന്ന് ശോഭന പരമേശ്വരൻ നായർ എന്ന് പറഞ്ഞ സിനിമാക്കാരൻ ജനിക്കുകയായിരുന്നു. അതിൻ്റെ ബാക്കി വിശേഷങ്ങൾ ഒരുപാടുണ്ട് പറയാൻ. ഒരുപാട് കാര്യങ്ങൾ പരമേശ്വരൻ നായരെക്കുറിച്ച് പറയാനുണ്ട്. പ്രിയപ്പെട്ട ശോഭന പരമേശ്വരൻ നായരെക്കുറിച്ചുള്ള ബാക്കി കഥ ഇനി ഒരിക്കൽ പറയാമെന്ന് പറഞ്ഞുകൊണ്ട് രാമു കാര്യട്ടിൻ്റെ കഥ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ടും തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു. നന്ദി, നമസ്കാരം.